ഏതാണ്ട് ഇന്ദ്രനും അങ്ങനെ കുറച്ചൊക്കെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന മറ്റദ്ദേഹം ഒരു കൊച്ചു സുകുമാരനാണ്. എന്താ അതെ ആണോ അമ്മ? ശരി ഓക്കെ, സന്തോഷം. ഓക്കെ, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. ഒരു മുങ്ങും അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വരും. ഇതാണ് പൃഥ്വിരാജ്. അപ്പം പൃഥ്വിരാജ് അങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ടൊരു വലിയ വിമ്മിഷ്ടമാണ് അവന്. പിന്നെ ഇപ്പോൾ അവൻ്റെ ഫീൽഡിൽ പല പല ഡിസ്കഷൻസും അതും ഇതും എല്ലാം വരുന്നുണ്ട്. നമ്മളെ പെട്ടെന്ന് ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നവര് പെട്ടെന്ന് വിചാരിക്കും ഇത് എന്താണ് ഇങ്ങനെ ഈ ലൊക്കേഷൻ മാറിയത്. അല്ല, ഞങ്ങൾ സിനിമാക്കാരങ്ങനെ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യത്തില്ല. പല പിന്നെ ഇവര് സിനിമാക്കാർ മാത്രമല്ല, ഈ മഴ അങ്ങനെ തന്നെയാ, ഒരു ലൊക്കേഷൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വളരെ ഗംഭീരമായിട്ട് ഔട്ട്ഡോർ ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോ മഴ സമ്മതിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഫ്ലോറിലല്ല, നമ്മൾ ഫ്ലാറ്റിന്റെ ലോബിയിൽ വന്നിരുന്നാണ് ബാക്കി കഥ പറയുന്നത്. എല്ലാത്തിനും സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് വന്നത്. പിന്നെ ഇപ്പൊ ഒന്നും പേടിക്കണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇനി എന്ത് പറഞ്ഞ് തുടങ്ങുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അതായത് നമ്മളിപ്പോ ഒരു സിനിമാ നടന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ നേരത്തേക്ക് ആ നടനെ കുറിച്ചുള്ള മാത്രം ചോദ്യങ്ങളായിരിക്കും കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും കുടുംബം മുഴുവൻ സിനിമ ഫാമിലി കുടുംബം ഇഷ്ടംപോലെ കഥകളുടെ ഒരു ഏത് ഇന്റർവ്യൂ എടുത്താലും, മല്ലികമ്മയുടെ ഏത് ഇന്റർവ്യൂ എടുത്താലും അതിനകത്ത് ചിരിക്കാനുള്ള വകയില്ലാത്തൊരു ഇന്റർവ്യൂ. അത് എന്താ അറിയാം, എല്ലാവരും പറയും ചേച്ചിയോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ്, ചേച്ചിയുടെ വാചകങ്ങൾ, ചേച്ചിയുടെ തമാശ. ഞാൻ പറഞ്ഞ അതാണ് എൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. എൻ്റെ ദുഃഖങ്ങളെന്തിനാ ലോകത്തുള്ളവർ അവർ 100,000 ടെൻഷൻ കൊണ്ട് നടക്കുന്നവരാ. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉണ്ടെന്നേ ഇതൊക്കെ പറഞ്ഞൊരു മട്ടിലങ്ങ് സംസാരിക്കും. പിന്നെ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ നമ്മുടെ മുറിക്കകത്ത് വെച്ച് നമ്മൾ സ്വയം ഷെയർ ചെയ്താൽ പോരെ. അതുകൊണ്ട് അതിനകത്ത് എനിക്ക് ഈ ബാക്കിയുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഒരു വേദനകൾ പങ്കുവയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒത്തിരി വർഷങ്ങളായി സത്യം പറഞ്ഞാൽ. അല്ല, നമ്മുടെ ശരിക്കും മല്ലികമ്മയുടെ കഥ കേൾക്കണം, സുകുമാര സാറിന്റെ കഥ കേൾക്കണം, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, പൂർണിമ, സുപ്രിയ, അലങ്കൃത, നക്ഷത്ര, പ്രാർത്ഥന, എല്ലാവരുടെയും കഥ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര. അല്ല, ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയും നക്ഷത്രയും അലങ്കൃതയൊക്കെ ഏതെങ്കിലുമൊക്കെ ഓരോ ഫീൽഡിൽ താരങ്ങളായിട്ട് തന്നെ വരുന്ന ഒരു ലക്ഷണമായി ഇപ്പൊ കാണുന്നത്. നമ്മൾ പൊതുവെ ഇങ്ങനെ മല്ലികമ്മയുടെ പല ഇന്റർവ്യൂസിലും കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് വർഷം മുന്നുള്ള അല്ലി ഭയങ്കര കുസൃതിയാണ്, അല്ലെങ്കിൽ കുസൃതി കൂടുതലായതിന്റെ പ്രശ്നങ്ങളുള്ളത്. ഈ വളർന്നു വന്നിപ്പോ പുസ്തകമൊക്കെ എഴുതി ആയിട്ടിരിക്കല്ലേ, അപ്പൊ ഇപ്പൊ ഇങ്ങനെയാണ് ആള്. അല്ല, അതാ ഞാൻ പറഞ്ഞ, ഞാൻ ആദ്യം തുടക്കത്തിന്റെ കഥ പറഞ്ഞില്ലേ, ക്രിസ്മസിന് വന്നുകൂടെ, എന്തിനാ അച്ഛൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, നമുക്ക് അവിടെ പോയി കേക്ക് കട്ട് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ബുദ്ധിയുടെ ഒരു സത്യം പറയുകയാണെങ്കിൽ എഴുത്തിൻ്റെ നമ്മൾ ആ ഒരു അവളുടെ പ്രായത്തിനനുസരിച്ച് അവൾ ആലോചിക്കുന്ന വിഷയങ്ങൾ ആദ്യമൊക്കെ ഞങ്ങളുടെ ഇതൊക്കെ പറയുന്നത് കൊറോണ പോകണം, ഇടയ്ക്ക് പറയാം കൊറോണ ആയതുകൊണ്ടാണ് ഡാഡ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത്, അത് കുറച്ച് കാലം കൂടി ഇരുന്നോട്ടെന്ന്. അപ്പോൾ അല്ലെങ്കിൽ ഡാഡെ കാണാനേ കിട്ടത്തില്ല, അവർക്ക് മോനെ അവിടെ അങ്ങും ഇല്ലല്ലോ. ഒന്നില്ലേ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഡയറക്ഷൻ, അല്ലെങ്കിൽ അഭിനയം, ഇങ്ങനെ അങ്ങ് പോവും. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ മോള് വാസത്തിൽ അവരുടെ സംസാര രീതിയൊക്കെ കുറേ കൂടെ ഒരു മെച്ചൂർഡ് ആയതുപോലെയും കുറച്ചുകൂടെ വളർന്ന് കുറച്ച് ലോകം കണ്ട 6 വയസ്സേ ഉള്ളൂ. പക്ഷേ എന്നാലും അവൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ അതിശയം തോന്നും.